ബ്രെയിൻ റോട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ ഈ പദം സോഷ്യൽ മീഡിയയിലും സാംസ്കാരിക വ്യവഹാരങ്ങളിലും കടന്നുകൂടിയിരിക്കുകയാണ്. ഉപയോഗശൂന്യമായ ഡിജിറ്റൽ ഓൺലൈൻ കണ്ടന്റുകളുടെ അപരിമിതമായ ഉപയോഗം വഴി നമ്മുടെ ബുദ്ധിക്കും മാനസികമായ ആരോഗ്യത്തിനും സംഭവിക്കുന്ന തകർച്ചയാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. ഡിജിറ്റൽ കണ്ടന്റുകൾ അതിൽ തന്നെ ഒരിക്കലും മോശമല്ല. എന്നാൽ അത് നാം കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിന് സന്തുലിതമായ മിതത്വത്തിൽ അധിഷ്ഠിതമായ രീതികൾ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത് നമ്മെ പാസീവായ റിയാക്റ്റീവായ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കും. ഇന്ന് ഡിജിറ്റൽ ഉപയോഗം വാനോളം ഉയരുമ്പോൾ അതുകൊണ്ട് വരുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വായന പോലെയുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സങ്കീർണമായ പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി ഏർപ്പെടാൻ കഴിയാതെ വരിക എന്ന അവസ്ഥയാണ് അറ്റൻഷൻ സ്പാൻ ഇല്ലാതാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വിധം മനസ്സ് അസ്വസ്ഥമാവുകയും ചിതറിപ്പോവുകയും ചെയ്യുന്നു. കൊച്ചു കൊച്ചു കണ്ടന്റുകൾ മാത്രം കണ്ട് സ്ഥിരമായി ആനന്ദ മൂർച്ച കണ്ടെത്തുന്ന തലച്ചോറിൻ്റെ അവസ്ഥയാണ് ഈ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നത്. ആഴത്തിൽ ചിന്തിക്കാൻ, വിശകലനം ചെയ്യാൻ കഴിയാതെ വരിക, അതിന് വേണ്ട അനലിറ്റിക്കൽ സ്കിൽസ് കൈമോശം വരിക, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണിത്. ലേറ്റസ്റ്റായ വിവരങ്ങൾ തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മൂലം വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുക, അങ്ങനെ അതിന് ആശ്രിതനാവുക. അങ്ങനെയാണ് ക്രിട്ടിക്കലായി സ്വതന്ത്രമായി ചിന്തിക്കാൻ ഉള്ള ശേഷി ക്രമേണ നഷ്ടപ്പെടുന്നത്. അനാവശ്യമായ വാർത്തകളുടെ, വ്യാജ വാർത്തകളുടെ നിരന്തരമായ വ്യൂഹത്തിൽപ്പെടുന്ന ഉപഭോക്താവ് വലിയ രീതിയിൽ സമ്മർദ്ദങ്ങൾക്ക് ഇരയാവുന്നു എന്നതാണ് ഇതിൻ്റെ അടുത്ത പരിണിതി. പലർക്കും ഇത്തരത്തിലുള്ള ദീർഘകാല എക്സ്പോഷർ കൊണ്ട് ഒരുതരം ഇമോഷണൽ ഫാറ്റിക് തന്നെ ഉണ്ടാകുന്നു. തങ്ങളുടെ വികാരങ്ങളെ മതിയായ നിലയിൽ മനസ്സിലാക്കാനും പ്രോസസ്സ് ചെയ്യാനും കഴിയാത്ത വികാരപരമായ മരവിപ്പിൻ്റെ അവസ്ഥയെയാണ് മനഃശാസ്ത്രജ്ഞർ ഇമോഷണൽ ഫാറ്റിക് എന്ന് വിളിക്കുന്നത്. തൻ്റെ വികാരങ്ങളെ ആഴത്തിൽ അനുഭവിക്കുക, മനസ്സിലാക്കുക, അതിനുള്ള ശേഷി ആരോഗ്യകരമായ ജീവിതത്തിന് ഏറെ ആവശ്യമാണ്. അടുത്ത ഘട്ടം സാമൂഹികമായ ഒറ്റപ്പെടലിൻ്റേതാണ്. ഡിജിറ്റൽ ലോകത്ത് നാം എപ്പോഴും ഹൈപ്പർ കണക്റ്റഡ് ആയിരിക്കുമെങ്കിലും റിയലായിട്ടുള്ള അനുഭവങ്ങളും ബന്ധങ്ങളും അവിടെ തീർത്തും അസാധ്യമാണ്. ഡിജിറ്റൽ ഫസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലഘട്ടം സൃഷ്ടിക്കുന്ന ഈ ഇമ്പാക്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് സൃഷ്ടിക്കാൻ ഇടയുള്ള ബ്രെയിൻ റോട്ടിനെ പ്രതിരോധിക്കാൻ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ആരോഗ്യകരമായ ശരീരത്തിന് ബാലൻസ്ഡ് ഡയറ്റ് എന്നതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് നാം കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റുമായി ബന്ധമുണ്ട്. അപ്പോൾ നാം നമുക്കായി ഒരു ക്വാളിറ്റേറ്റീവായ മെൻ്റൽ ഡയറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ മറ്റൊരു ഗുണം നമ്മുടെ സ്വദേശീയപരമായ നിയന്ത്രണത്തിലായിരിക്കും നാം കാണുന്ന കണ്ടന്റുകൾ എന്നതാണ്. അതിനായി നിങ്ങൾ സ്വന്തം ഫീഡുകൾ ഒന്ന് ഓഡിറ്റ് ചെയ്തു നോക്കുക. ഏതാണ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായത്, ഏതാണ് നിങ്ങളെ നെഗറ്റീവായി ബാധിക്കുന്നത് എന്ന് വിലയിരുത്തുക. ഒരു കണ്ടന്റ് പിരമിഡ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതിലെ ബേസായിട്ട് വരേണ്ടത് വിജ്ഞാനപ്രദവും ഉപകാരപ്രദവുമായ കണ്ടന്റുകൾ ആയിരിക്കണം. നിങ്ങളുടെ തലച്ചോറിന് വേണ്ട ആശയപരമായ പോഷണം നൽകുന്നത് അതാണ്. എൻ്റർടൈനിങ്ങും അതേസമയം ഉപകാരപ്രദവുമായ ലൈറ്റായിട്ടുള്ള കണ്ടന്റുകൾ അതിനു മീതെ ചേർക്കാം. ഉപയോഗരഹിതമായ മൈൻഡ്ലെസ് ആയിട്ടുള്ള മീമുകൾ പോലെയുള്ള കണ്ടന്റുകൾ ഏറ്റവും കുറവായി ഉപയോഗിക്കുക. വേണമെങ്കിൽ ഒരു 80-20 അനുപാതം ഫോളോ ചെയ്യാവുന്നതാണ്. നാം കാണുന്ന കണ്ടന്റുകളിൽ ഉപയോഗരഹിതമായത് 20% കൂടാൻ പാടില്ല എന്ന് അർത്ഥം. എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ഹൈജീൻ നിലനിർത്തുക? ഡിജിറ്റൽ ലോകത്തെ നിങ്ങൾ സ്വന്തം പ്രൊഡക്ടിവിറ്റിയെയും വളർച്ചയെയും ഗുണകരമായി സ്വാധീനിക്കുന്ന ഒരു ടൂളായിട്ടാണോ ഉപയോഗിക്കുന്നത്? അതങ്ങനെ ആവണം. ഒരിക്കലും അത് നിങ്ങളെ അധീനപ്പെടുത്തുന്ന ഒന്നാവരുത്. ഈ തിരിച്ചറിവിൽ നടത്തുന്ന ഡിജിറ്റൽ ഉപയോഗത്തെയാണ് നാം ഡിജിറ്റൽ ഹൈജീൻ എന്ന് വിളിക്കുന്നത്. ഇക്കാര്യം ഉറപ്പിക്കാൻ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. പ്രധാനമായും ചെയ്യേണ്ടത് നമ്മുടെ ഡിജിറ്റൽ ഉപയോഗത്തിന് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്നതാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എല്ലാം തന്നെ നമ്മളെ അഡിക്റ്റീവ് ആക്കുന്ന രീതിയിലാണ്
ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നാം അതിൻ്റെ ഉപയോഗത്തിന് ഒരു സമയക്രമം ഉണ്ടാക്കുകയും അത് പാലിക്കുകയും വേണം. ദിവസത്തിൽ കുറച്ച് സമയം എപ്പോഴും ടെക് ഫ്രീ ആയിരിക്കാനും മറ്റു കാര്യങ്ങളിൽ മുഴുകാനും കൃത്യമായി സമയം കണ്ടെത്തുക. ഇത് വളരെ പ്രധാനമാണ്. ഡിജിറ്റൽ ലോകത്ത് നിന്ന് മാറി നമ്മുടെ ചുറ്റുപാടിലുള്ള തൊട്ടടുത്തുള്ള അനലോഗ് ജീവിതത്തിലേക്ക് ഒന്ന് റീകണക്ട് ചെയ്യാൻ ഇടയ്ക്കിടെ ശ്രമിക്കുന്നത് അത്യാവശ്യമാണ്. അത് നമ്മളെ കൂടുതൽ കരുത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഗ്രൗണ്ട് ചെയ്യാൻ സഹായിക്കുന്നു. അത് പെയിൻറ്റിങ്, ഗാർഡനിങ്, കുക്കിംഗ് പോലെയുള്ള ഹോബീസ് കണ്ടെത്തുന്നതാവാം, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക വഴിയാവാം, കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും റിയൽ കണക്ഷനുകൾ കണ്ടെത്തുകയും മനുഷ്യ ബന്ധങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്യുക വഴിയാവാം. മറ്റൊന്ന് പ്രകൃതിയുമായി ബന്ധം സ്ഥാപിക്കലാണ്. ഒരു പാർക്കിലൂടെ നടക്കുക, പ്രകൃതി നിരീക്ഷണം നടത്തുക. ഇനി അതല്ലെങ്കിൽ ഒരു പുസ്തകം വാങ്ങി പുറംചട്ട നോക്കി പേജുകൾ മറിച്ച് വായിക്കുക. ഇങ്ങനെ നിരന്തരമായ ഡിജിറ്റൽ പൊയ്ക്കാഴ്ചകളിൽ നിന്ന് സ്വന്തം പരിസരത്തേക്ക് ഇറങ്ങി വരാൻ ഇത്തരത്തിലുള്ള റീകണക്ട് ശീലമാക്കേണ്ടതുണ്ട്. ബ്രെയിൻ വളരെയധികം ശേഷികളോട് കൂടിയ ഒരു ടൂളാണ്. അതിൻ്റെ പ്രവർത്തനം ഫലപ്രദമായി നിലനിർത്തണമെങ്കിൽ നാം അതിനെ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കണം. നാം ഡിജിറ്റൽ കണ്ടന്റുകൾ പാസീവായി ഉപഭോഗം ചെയ്യുക മാത്രമാണോ, അതോ ആക്റ്റീവായ പഠനത്തിന് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? കൂടുതലും ഡിജിറ്റൽ കണ്ടന്റുകൾ പാസീവായി ക്രിയാശൂന്യമായ ഉപഭോഗത്തിൽ തളച്ചിടുകയാണ് ചെയ്യുന്നത്. അത് ബ്രെയിൻ റോട്ടിന് ഇടയാക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടെ ബ്രെയിനിന് ചലഞ്ചിങ് ആയ പ്രവർത്തനങ്ങളിൽ നാം മുഴുകേണ്ടതുണ്ട്. അത് ഒരു വിഷയത്തിലുള്ള ആഴത്തിലുള്ള പഠനമാവാം, ഒരു പുതിയ സ്കിൽ നേടാനുള്ള പ്രയത്നമാവാം, ഒരു സ്ട്രാറ്റജിക് ഗെയിമിൽ ഏർപ്പെടുകയാവാം. ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വലായ വർക്കൗട്ടുകളാണ് നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നത്, അതിൻ്റെ ക്രിയാത്മകതയെ, ലോജിക്കിനെ, പ്രശ്ന പരിഹാര ശേഷിയെ ഉത്തേജിപ്പിക്കുന്നത്. നമ്മുടെ മെൻ്റൽ അജിലിറ്റിയെ വർദ്ധിപ്പിക്കുന്നത് അതാണ്. ഇനി നിങ്ങൾ സ്ക്രീനുകളിലൂടെ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് ഏറെ സമയം നിങ്ങളുടെ ഉദ്ദേശത്തിന് വിരുദ്ധമായി പോലും നിങ്ങളുടെ സമയം കവർന്നെടുക്കുമ്പോൾ ഈ 4 കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു വയ്ക്കുക.